രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തള്ളണമെന്ന ഹർജി തള്ളിയെന്ന്. ചീട്ടെണ്ണം തള്ളു കേട്ടോ. എന്തേലും തള്ളിയാ പോലെ നിന്റെ ചീട്ടിട്, എന്നിട്ട് നീ നിന്റെ ചീട്ട് തള്ളു. പ്രധാനമന്ത്രിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആര് ചോദിക്കാൻ? പുള്ളി പറയുന്ന ഊരില്ല പറയാൻ കഴിഞ്ഞില്ലേ. കൗണ്ടർ ബാലൻസ് ചെയ്തിട്ടുണ്ട്. രാഹുലിനോട് ചോദിച്ചിട്ടുണ്ട്, ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഏതോ അവരമ്മയത്തോന്ന് ചോദിച്ചോളൂ. ഏതോ നിന്റെ കളിക്ക്. നീ ഇന്നലെ എവിടെ പോയാ? അതിനെ കളിക്കാൻ കണ്ടില്ല. ഞാൻ പോസ്റ്റ് ഔട്ട് ചെയ്യാം. ഞങ്ങൾക്ക് പോസ്റ്റ് ഔട്ട് ഉണ്ട്. വോട്ട് ചെയ്താ കണ്ടില്ലേ? നേരത്തെ ചോദിച്ചപ്പോ തുറപ്പില്ലാന്നല്ലേ നീ പറഞ്ഞത്? അണ്ട് ഇപ്പൊ ഇവിടെ ഈ സാധനം ഉണ്ടാക്കി വന്നത് തുറുപ്പ്. നേരത്തെ ഇവൻ ഇല്ലാന്ന് പറഞ്ഞു. അസ്ഥാനത്തും അസമയത്ത് തുറുപ്പിട്ടടിക്കുന്നത് ഇല്ലാത്ത ഇത് ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് കളിച്ചത്. രാഹുൽ ഗാന്ധി പിന്നെ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നിട്ട് അവസാനം കയറി അടിക്കും, ആവശ്യത്തിന് വാങ്ങിച്ചങ്ങ് പോയല്ലേ. മുഖ്യമന്ത്രി രാവിലെ പുള്ളി എന്താ പ്രചാരണത്തിന് പോയത്? എന്താ എന്തോ ആരോഗ്യ അമേറ്റിലോട്ട് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിന്റെ പിറ്റേ ദിവസം കൊടുത്തു, അതിന്റെ പിറ്റേ ദിവസം കൊടുത്തു, അത് കൂടാതെ ഇറക്കിയും കൊടുത്തു. ഓടി രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. നാട്ടുകാരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാണ്? അടിച്ചതല്ലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 4 കൂടെ ചീത്ത വിളിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ കേട്ടോണ്ടിരിക്കണം. ഇന്ത്യ മുന്നണിയല്ലേ? അതിൽ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദ മാഷും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്ന്. ഗോവിന്ദ മാഷ പ്രധാനമന്ത്രിയാക്കാം. മത്സരമുള്ള കേരളത്തിലെ 16, തമിഴ്നാട്ടിലെ 2, രാജസ്ഥാനിലെ 1 കഴിഞ്ഞു. എത്രയുണ്ട്? ഇല്ലല്ലോ. കളിക്കുന്ന ഗുലാം പോയി കിട്ടി. ഗുലാം പോയി അറിഞ്ഞ കളം നോക്കി. ഇവിടെ രാഹുൽ ഗാന്ധി പോയി നിൽക്കുന്നത്, എന്നിട്ട് അവന് വിഷമമില്ല. പിന്നാണ് ഒട്ടിക്കലാശം ഭയങ്കര രസമായിരുന്നില്ല. ഇന്നലെ തരൂരും രാജീവ് ചന്ദ്രശേഖരൻ ക്രെയിന്റെ പുറത്തായിരുന്നു. പേരൂർ അല്ല, എല്ലാവരും അതായിരുന്നു. മിക്കവാറും സ്ഥാനാർത്ഥികളെല്ലാം നിലത്ത് നിന്നില്ല. ആലത്തൂർ ആലത്തൂര് പടിവാളും ഒരു വണ്ടി നിറച്ച ആയുധം അത്രേ. പാനൂര് ബോംബാണെങ്കിൽ ഇവിടെ മറ്റേ വിശദീകരണമാണ് തമാശ. അതെന്തിനെന്നറിയോ? ഫ്ലക്സ് ഒക്കെ ഇറക്കാൻ വേണ്ടി ഈ കൊട്ടിക്കാരെ വെട്ടാൻ വേണ്ടിയുള്ള പിച്ചാത്തി കൊണ്ട് പിന്നെ പരസ്യമായിട്ട് ഡോറ് തുറന്നിട്ട് രഹസ്യമായിട്ട് മാറ്റി വെക്കും. അവിടെ മത്സരിക്കുന്നു പാവം പിടിച്ച രാധാകൃഷ്ണൻ. നാളെ ചീട്ടുകളി ഉണ്ടോ? നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ വോട്ട് ചെയ്യാൻ തയ്യാറായി വന്നത്. അല്ലെ കയ്യിലേക്ക് മാറ്റി സാധനമൊക്കെ റെഡിയാണെന്ന്. ഇത് ഏത് കാലത്താണെന്നറിയോ? ഏത് കാലത്തെ? 2002 മോഡൽ വണ്ടി. നമ്മുടെ അമുൽ ബേബി അവൻ ഫസ്റ്റ് ഓട്ടാ. ഫോട്ടോസിസ്റ്റ് പേരുണ്ടല്ലോ. ഫോട്ടോസിസ്റ്റ് പേരുണ്ടോ? ഇതുപോലെ ഏതെങ്കിലും ID കാർഡ് ഉണ്ടോ? ഉണ്ട്. ഫോട്ടോ ID കാർഡ് തന്നെ വേണം. ഫോട്ടോ ID കാർഡ് വേണം. ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നെ കൊച്ചാക്കിയതാ. എനിക്ക് ഈ കാലം കഴിഞ്ഞ് ഇപ്പൊ ഒരു SMS അയച്ചാൽ മതി. ഒരു നമ്പറിലോട്ട് SMS അയച്ചാൽ സ്ലിപ്പ് ആയി വരും. അല്ല സ്ലിപ്പ് ആദ്യം ചെന്ന ക്യൂവിൽ അങ്ങ് നിൽക്കണം. നേരെ ചെന്നിട്ടേ മറ്റേ ബിവറേജ് ക്യൂ നിൽക്കുന്ന പോലെ ഉരുട്ടി തള്ളി കയറാൻ പോകരുത്. അതിനൊക്കെ ഒരു സമയകാലമുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് നിന്റെ തിരിച്ചറിയൽ രേഖ കാണിക്കണം. അപ്പൊ പ്രിസൈഡിംഗ് ഓഫീസർ നിന്റെ ഇത് വെച്ചിട്ട് നോക്കും. അവിടെ 3 ബൂത്ത് ഏജന്റുമാരുണ്ടാവും. പേര് വിളിക്കും. ഇനി മുമ്പ് നിനക്ക് മുമ്പേ വേറെ ആരെങ്കിലും വന്ന് വോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും മിണ്ടാതെ അങ്ങ് പൊയ്ക്കോ. അതാണ് പേടി. നിങ്ങളുടെ ആൾക്കാരെ കേസ് ചെയ്ത് പണിയെടുക്കുന്നത് അറിയത്തില്ല. പേര് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ ഇതേപോലുള്ള മഷിയം കടിക്കും. എന്താണെന്നറിയാം? നീ പിന്നെ പോയിട്ട് ചെയ്യാതിരിക്കാൻ. അണ്ണാ ഇത് കുത്തി കഴിയുമ്പോ ഞാൻ കുത്തുന്നോട് തന്നെ വീഴുവാണ്. നിന്റെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയാണോ ഇത് വെട്ടം തെളിഞ്ഞെന്ന് നോക്കണം. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. കുത്തിയിട്ട് ബാലറ്റ് മറ്റേ ഇതുണ്ടല്ലോ മെഷീൻ, അതെടുത്ത് പൊക്കി കാണിക്കരുത്. പണ്ട് നായനാരോ ആരായിരുന്നു അടുത്ത് കാണിച്ചില്ലേ ബാലറ്റ് പേപ്പർ എടുത്ത് പൊക്കി കാണിക്കരുത് കേട്ടോ. അല്ല VVPAT. പിന്നെ നീ പോൾ ചെയ്ത് കഴിഞ്ഞാൽ, വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് VVPAT മെഷീൻ ഇരിപ്പുണ്ടാവും. അതിന് നീ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് ആ ചിഹ്നം, ആ സ്ലിപ്പ് തെളിയും. 7 സെക്കൻഡ് അത് തെളിഞ്ഞു നിൽക്കും കേട്ടോ. ആ സ്ലിപ്പ് 7 സെക്കൻഡ് നിനക്ക് കാണാൻ പറ്റും. നീ ചെയ്ത് തന്നെയാണോ വന്നത്? ഇസ്പോയിട്ടപ്പോ നേരെ തഴഞ്ഞാണ് കളിച്ചത്. ഇപ്പൊ ഇസ്പോയിട്ട് തന്നെ ചേട്ടൻ കളിച്ച്. ഈ ഏർപ്പാട് നടക്കില്ല കേട്ടോ.
ഈ പരി എന്തോന്ന് ശ്രദ്ധ മാറിപ്പോയി എന്തോന്നാടി? ശ്രദ്ധ മാറിപ്പോയി വോട്ടിടില്ല ഇരുന്ന സമയം തൊട്ട് തന്നെ വോട്ടിടില്ല ഈ സാധനം അണ്ണനാ പറ്റുന്നത്. കാരണം ഇവിടെ വന്ന് ഇരുന്ന സമയം തൊട്ട് ഇതേ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലുള്ളവരാണ് കള്ള വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ കളി കുണുക്കിറക്കണ്ടേ വിളിച്ച് കറക്കുന്ന സമയത്ത് അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഇയാള് കളിച്ച് ജയിച്ചു ഞാൻ പറഞ്ഞത് വോട്ട് ചെയ്യാൻ പോകുമ്പോ കുത്തുന്നോടത്താണോ തെളിയുന്നത് നോക്കിക്കോണം. പലയിടത്തും അങ്ങനെയല്ല തെളിഞ്ഞ്, കാസർഗോഡ് തെളിഞ്ഞ് അങ്ങനെയല്ല, പത്രത്തിന്റെ അങ്ങനെയല്ല. ഇലക്ഷൻ കമ്മീഷന്റെ പെട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇനി പിന്നെ റിസൾട്ട് വന്നില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ പെട്ടിയും നാളെ ഞാൻ വോട്ട് ചെയ്യും. നീ വോട്ട് ചെയ്യുമല്ലോ, ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോ ബാക്കി എല്ലാവരും വോട്ട് ചെയ്യട്ടെ. വോട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ജൂൺ 4-ാം തീയതി ഈ കലിങ്കയിൽ ഇരുന്നിട്ട് ഒന്ന് കാണണേ. ബാക്കി പറയാം. പിന്നെ നാളെ കാണാൻ പറഞ്ഞ് ചീട്ടും കളിച്ച് ഒരുത്തരം കലങ്ക ഇരിക്കരുത്. വോട്ട് ചെയ്യാൻ പോയിക്കോ. എല്ലാവരും വോട്ട് ചെയ്യാൻ പോകണം.